കൂട്ടാൻചട്ടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെപ്പോഴും കുക്കിങ്ങിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നവരാണ്. ആ പുതിയ പരീക്ഷണങ്ങൾ പക്ഷേ നമ്മുടെ രുചി അനുസരിച്ചിരിക്കും. ഏറ്റവും രുചിയുള്ള വിഭവങ്ങളാണ് നമ്മൾ കൂടുതൽ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുതിയ ഐറ്റമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, നാടൻ താറാവ് റോസ്റ്റ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സവാള ഒരു 3 മീഡിയം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അല്പം തേങ്ങാക്കൊത്ത്, അരമുറി തേങ്ങയുടെ കൊത്ത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, എണ്ണ പാകത്തിന്, ഉപ്പ്, മസാലപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം താറാവ്. അപ്പോൾ താറാവ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ താറാവ് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ നുറുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ താറാവ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ താറാവ് കുക്കറിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുത്തതാണ്. അതൊരു പകുതി കുക്കറിലേക്ക് ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് പാകത്തിന്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവോള ഒരു പകുതി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ മസാല, കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇതിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ താറാവ് നമ്മളിപ്പോൾ കുക്കറിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ഒരു 4 വിസിൽ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ 4 വിസിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൺചട്ടിയാണ്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ചതച്ചു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് നമ്മൾ വാട്ടിയെടുക്കണം. ഇതിൽ നല്ലൊരു ബ്രൗൺ നിറത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മളിനി ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് നമ്മൾ താറാവിൽ ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ലേശം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. നമ്മൾ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇതിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. നമുക്ക് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
തേങ്ങാക്കൊത്തും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നല്ലപോലെ ഈ മസാലയിലേക്കൊന്ന് പിടിച്ചു വരണം. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മസാല നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കൂടി മസാല നമുക്കിനി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയാണ് ഞാനിവിടെ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മസാല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. നമ്മുടെ കുക്കറും നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ താറാവ് ഇവിടെ വെന്തിരിക്കുകയാണ്. ഇനി ഇത് നമ്മുടെ മസാലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് താറാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ താറാവ് ചേർത്ത് നല്ലതുപോലെ നമുക്കിനി ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല മസാലയുടെ നല്ല സ്മെല്ലുണ്ട്. ഈ താറാവിലേക്ക് ഈ മസാലക്കൂട്ടൊന്ന് നല്ലതുപോലെ പിടിക്കണം. ഇതൊന്ന് നല്ലതുപോലെ നമുക്ക് വഴറ്റി എടുക്കണം. താറാവ് ഇവിടെ നല്ലതുപോലെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല സ്മെല്ലുണ്ട്. ആ മസാലയും നല്ലതുപോലെ വഴണ്ട് വരുന്നുണ്ട്. ഉണ്ടോ ആ നിറം, അതിൻ്റെ ആ ഒരു മസാല. അപ്പോൾ നമ്മുടെ താറാവ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ വൈക്കം ഏരിയയിലായതുകൊണ്ട് നമുക്കിവിടെ കുട്ടനാടൻ താറാവാണ്. അപ്പോൾ കുട്ടനാടൻ താറാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല ഗ്രേവി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ താറാവ് റോസ്റ്റ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ മസാലയൊക്കെ നല്ലതുപോലെ, ആ തേങ്ങാക്കൊത്തിലൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി താറാവ് റോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് പ്രധാനമായിട്ടും വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത റെസിപ്പിക്കായിട്ട് കാത്തിരിക്കുക. വീണ്ടും കാണാം. ബൈ ബൈ.